നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്നതിലേ നല്ല കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആലയത്തിൽ ആരാധിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ഒരിക്കൽ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങയുടെ പാദപീഠത്തിൽ നിന്നെ ആരാധിക്കുവാനായിട്ട് അടുത്തു വന്നിരിക്കുന്നു. അങ്ങയുടെ തിരുനാമമഹത്വത്തിനായി കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും ആത്മാവിൽ നിറഞ്ഞ് കർത്താവെ അങ്ങയെ ആരാധിക്കുവാനും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ അങ്ങയെ കണ്ട് അങ്ങയെ സ്വീകരിച്ച് അങ്ങയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അങ്ങയെ ആരാധിക്കുവാൻ ഇടയാക്കണം. സമസ്തത്തിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കട്ടെ. പ്രാർത്ഥന ഘടനായി സ്തോത്രം ക്രിസ്തുയേശുവിന്റെ തുല്യനാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം മഹത്വത്തിനും ആരാധനയുടെ ആരംഭത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 207 ഗീതം ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 207.
സർവശക്തനായ ദൈവമേ, നിനക്ക് സകലഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിന്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകൂത്തിമൗനമായ നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാനവരുടെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവിൻ.
തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുത്ത് വരുമെൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തു യേശു ഭാവിയിൽ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തുവിന്റെ കാര്യം നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. പെന്തക്കോസ്തിന് ശേഷം 18ാമത്തെ ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷയും വേദഭാഗങ്ങളും അൽമായ ഞായർ ദൈവജനത്തിൻ്റെ സാക്ഷ്യം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൊയ്ത്തിന്റെ യജമാനനായ ദൈവമേ, ഞങ്ങളെ ഈ ലോകത്തിൽ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു സത്യദൈവമാണെന്ന ധൈര്യത്തോടെ സാക്ഷീകരിപ്പാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. മരണകരമായ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ അനുകൂലകരം ഞങ്ങളോട് കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തുവിന്റെ വചനം ഘോഷിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 30 വരെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 30 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പീൻ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെയോ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ
ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ്ടും നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിലിട്ട് കളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവനാർ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്തു. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിപ്പിച്ച് 7 മടങ്ങ് ചൂട് പിടിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. 4-ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്ത് ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവെ പുറത്തു വരികയിൽ നിന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാധിപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായതുകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൊടുത്തു. ഇവിടെ 1-ാം പാഠം വായിച്ച് അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 15. സങ്കീർത്തനം 15 നമുക്ക് വാക്യപ്രതി വാക്യമായി വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും?
നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായ നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വർഷങ്ങളെന്തിനായ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യനിശ്ചയത്തിന് ശേഷമായി മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമല്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. രണ്ടാം പാഠം അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള പ്രയോജനം. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 24 മുതൽ 28 വരെ. ലക്ഷറിക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പൊല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിൽ എത്തി. അവൻ കർത്താവിൻ്റെ മാർഗ്ഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിയുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറ് അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഹായിലേക്ക് പോകുവാൻ ചിന്തിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് വിരത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. രണ്ടാം വേദഭാഗം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈ 2 അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിൽ സമാധാനം എന്നാദ്യം പറയും. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിച്ചേരും. അവർ തരുന്നത് തിന്നും പിടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുന്നു. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ
അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിനെ പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് പൊടിഞ്ഞു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയുന്നു. ആ പട്ടണത്തേക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കവയ്യതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസീനെ, നിനക്ക് അയ്യോ കഷ്ടം! ബേത്സയിദേ, നിനക്ക് അയ്യോ കഷ്ടം! നിങ്ങളിൽ നടന്ന വീരപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണുനീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കവർന്നുപോകുമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പേൻ. വായ്പാൽ നിശ്ചയിച്ച സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വചനധ്യാനത്തിന് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 185-ാമത്തെ കീർത്തനം, ജ്ഞാനകീർത്തനങ്ങളിൽ 185-ലെ ആദ്യത്തെ 2-ഉം അവസാനത്തെയും ചേർന്ന്. Viva
ഓർക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുകയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ദിനംതോറും ഞങ്ങളെ പുലർത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങേ ആരാധിക്കുന്ന ഈ പ്രഭാതത്തിൽ നിന്റെ ആലയത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ ആത്മാവിൻ്റെ നിറവ് നൽകുകയും ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ജീവനുള്ള വചനം ശ്രവിപ്പാൻ, അത് ധ്യാനിപ്പാൻ ഈ പ്രഭാതത്തിൻ്റെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ ഞങ്ങളുടെ ദേവാലയത്തിലും കർത്താവേ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള വചനം ഹൃദയത്തിൽ പ്രയോജനം ചെയ്യുന്ന ക്രിയ ചെയ്യുന്ന വചനം അത് സ്വീകരിപ്പാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന പുതിയ ദർശനങ്ങളും പുതിയ മാർഗങ്ങളും ഞങ്ങൾക്ക് മുൻപിൽ തുറക്കുന്ന ആ ദിവ്യമായ വചനത്തെ കർത്താവേ, അതിൻ്റെ പൊരുൾ, അതിൻ്റെ മർമ്മം നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ലേറ്റി സൺഡേ, അൽമായ ഞായറായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. വിറ്റ്നസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനത്തിൻ്റെ സാക്ഷ്യം എന്നുള്ള വിഷയമാണ് ഇന്ന് ധ്യാനിപ്പാനായിട്ട് തിരഞ്ഞെടുത്തത്. അതിന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗങ്ങളിൽ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ ഉള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗങ്ങളെയൊക്കെയും ആസ്പദമാക്കി ചില ചിന്തകളെ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്നിച്ച് പങ്കുവയ്ക്കാം. ദൈവജനം, ലേറ്റി, ലേമൻ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർ, ദൈവവേലയിൽ ഇല്ലാതിരുന്നിട്ടും ദൈവിക വേല ചെയ്യുന്നവർ എന്നൊക്കെയാണ് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുരോഹിതന്മാരല്ലാത്ത ദൈവവേലക്കാർ എന്ന് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ലേ പ്രീസ്റ്റ് എന്ന് പറയുന്ന വാക്ക് പല സ്ഥലങ്ങളിലും പല സഭകളിലുമൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അൽമായ നേതൃത്വത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം പല സഭകളിലും പല രീതിയിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ സഭയിലും വളരെ പ്രാധാന്യത്തോടുകൂടി ലേ പീപ്പിൾ അല്ലെങ്കിൽ അൽമായ നേതൃത്വത്തിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. യാലിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്, സാധാരണ ജനം എന്ന അർത്ഥം വരുന്ന പദത്തിൽ നിന്നാണ് ഈ വാക്ക് എടുത്തിരിക്കുന്നത്. ആത്മീയ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾ എന്നുള്ള അർത്ഥം ഇതിനുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. സഭയുടെ ദൈനംദിന ആത്മീയ ജീവിതത്തിൽ സഭയോട് ചേർന്ന് ആത്മീയമായ വളർച്ചയ്ക്ക് അൽമായ നേതൃത്വം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കെല്ലാം അറിയാം. സഭയുടെ കമ്മിറ്റികളും അതുപോലെ മറ്റ് സ്ഥാനങ്ങളിലും സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങൾ, സിനഡ് തലം വരെ ഇങ്ങനെ പല തലങ്ങളിൽ അൽമായ നേതൃത്വം തങ്ങളുടെ ആത്മീയ ശുശ്രൂഷ ഈ നാളുകളിൽ സഭയിൽ ചെയ്തു വരുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് പുരോഹിതന്മാർ മാത്രമല്ല, അവരോടൊപ്പം അൽമായ നേതൃത്വവും കൂടെ ചേർന്നാണ് സഭയുടെ ഭരണകാര്യങ്ങളും മുന്നോട്ട് നയിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വേദപുസ്തകത്തിൽ അൽമായ നേതൃത്വം, ആത്മീയ ശുശ്രൂഷകൾ ചെയ്തതിനെക്കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അൽമായ ന്യായത്തിനോട് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കും. പുരോഹിതന്മാരല്ലാത്ത, ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സ് അല്ലാത്ത ആളുകളുടെ ശുശ്രൂഷയുടെ പല തലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ലൂക്കോസ് സുവിശേഷത്തിൽ കർത്താവ് അവിടെ വളരെ വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. തങ്ങളുടെ വേല എപ്രകാരമായിരിക്കണം എന്നൊക്കെയും അവിടെ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഒരു അൽമായൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആത്മീയമായ പ്രവർത്തനങ്ങൾ സഭാജീവിതത്തിൽ ഒരു അൽമായൻ ചെയ്തത് എങ്ങനെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പല അൽമായരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലേറ്റവും പ്രമുഖനായിട്ടുള്ള മനുഷ്യൻ
അപ്പോസ്തലനായിട്ടുള്ള പൗലോസാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തോടൊപ്പം അവിടെ ശുശ്രൂഷ ചെയ്ത അലക്സാന്ദ്രിയക്കാരനായ ഒരു യഹൂദൻ അവൻ എഫെസോസിലെ സഭയിലേക്ക് കടന്നു വരികയും അവൻ്റെ പേര് അപ്പല്ലോസ് എന്നാണ്. അവൻ കടന്നു വന്ന് തിരുവെഴുത്തുകളുടെ ആഴത്തെക്കുറിച്ച് തൻ്റെ അവിടെയുള്ള സഭയിലെ ജനത്തോട് പറയുകയും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ തിരുവെഴുത്തുകളെക്കുറിച്ചും ഒക്കെ വ്യക്തമായ ജനത്തെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാം. അപ്പല്ലോസ് എന്ന പേരിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, അവിടെ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവരുടെ പേരെയും അവരുടെ മിനിസ്ട്രിയെക്കുറിച്ചും അവർ ചെയ്തതായിട്ടുള്ള മഹത്തരമായ അനുഭവത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് ആ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു ആത്മീയ പ്രവർത്തനത്തിന് അൽമായനെ ഏതെങ്കിലും ഒരു അഭിഷേകം ലഭിക്കേണ്ടതായിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം പലപ്പോഴും പല അൽമായരെയും ആത്മീയ താല്പര്യമുള്ളവരെയൊക്കെ തെറ്റിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യമാണ്. അവരോടൊക്കെയും പറയുന്നതായിട്ടുള്ള കാര്യം, നിങ്ങൾ മുങ്ങി സ്നാനപ്പെട്ട് വീണ്ടും ജന്മ സ്നാനം, രണ്ടാം സ്നാനം പ്രാപിക്കാതെ ഒരു ആത്മീയ ശുശ്രൂഷ സാധ്യമല്ല എന്നുള്ള ഒരു പഠിപ്പീര് പല സഭകളിലും പല ആളുകളും പറയുന്നത് കേൾക്കുവാനായിട്ട് ഞാൻ ഇടയായിട്ടുണ്ട്. ഈ ആത്മീയ പ്രവർത്തനത്തിനായി എന്തെങ്കിലും ഒരു അഭിഷേകം, പ്രത്യേകമായ അഭിഷേകം, അതിനെ സൂചിപ്പിക്കുന്നത് രണ്ടാം സ്നാനമാണ്. ഈ രണ്ടാം സ്നാനം പ്രാപിച്ചവർക്ക് മാത്രമാണ് ആത്മീയ ശുശ്രൂഷ സാധ്യമാകുന്ന, അൽമായ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുക എന്നൊക്കെയുള്ള തെറ്റായ പഠിപ്പീരുകൾ സഭയിലുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ആത്മീയ ഗോളത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതിനൊക്കെ ഉത്തരമായിട്ടാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എഫെസോസിലേക്ക് കടന്നു വന്ന അപ്പല്ലോസ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ മനുഷ്യൻ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അറിവും ദൈവീകമായ ജ്ഞാനവും കൊണ്ട്, തൻ്റെ കഴിവുകൾ കൊണ്ട് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ജനത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അവൻ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചും അവൻ കൊടുക്കുന്ന സ്നാനത്തെക്കുറിച്ചും കേട്ടു മനസ്സിലാക്കിയിരുന്നു. യോഹന്നാൻ സ്നാപകൻ അവിടെ നടത്തുന്ന സ്നാന പ്രവൃത്തികളെക്കുറിച്ചും യോഹന്നാൻ്റെ മിഷൻ അനുഭവങ്ങളെക്കുറിച്ചും അവൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അവൻ്റെ സ്നാനത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ അപ്പല്ലോസ് അപ്രകാരം ഈ സ്നാനം കേട്ട് മനസ്സിലാക്കി. എന്നാൽ അതുമാത്രമല്ല, അവനവിടെ സ്നാനപ്പെടുന്നത് കാണാനായിട്ട് കഴിയുന്നില്ല. സ്നാനപ്പെടാതെ തന്നെ അവനിൽ ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളെയാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ രണ്ടാം സ്നാനം, അല്ലെങ്കിൽ മാനസാന്തര സ്നാനം, നിമജ്ഞന സ്നാനം, മുങ്ങി സ്നാനം എന്നൊക്കെ പറയുന്ന അനുഭവം അവിടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അപ്പല്ലോസ് എന്ന് പറയുന്ന സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. എന്നാൽ അവൻ ആത്മാവിൽ എരിവുള്ളവനായി, ദൈവാത്മാവിൽ നിറയപ്പെട്ടവനായി, ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയതുപോലെ, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിയതുപോലെ അവൻ നടക്കുകയും പറഞ്ഞ് പഠിപ്പിക്കുകയും പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു സ്നാനത്തിൻ്റെ പിൻബലവുമില്ലാതെ സാധാരണക്കാരനായ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. സ്നാനം, രണ്ടാം സ്നാനം, മുങ്ങി സ്നാനം ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവ് ലഭിക്കുന്നു എന്നുള്ളത് ആദിമ സഭയിൽ ഈ വിശുദ്ധനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കും എത്രയധികം പരിശുദ്ധാത്മാവിന് ലഭിക്കും എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രാപനം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് അനേകർക്ക് പറഞ്ഞ് കൊടുപ്പാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാൻ അവൻ പ്രവർത്തിക്കുന്നതിനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊലോസിനെ മാത്രമല്ല, അക്വിലാസിനെയും പ്രിസ്കില്ലയെയും അതുപോലെ പൗലോസിനെയും പരിശുദ്ധാത്മാവ് എത്രയധികം ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് എടുത്തുപയോഗിച്ചു എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, മറ്റ് അധ്യായങ്ങൾ പഠിക്കുമ്പോഴൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് നമുക്ക് തുണ നൽകുന്ന ആത്മാവാണ് എന്നാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എരിവോടെ വാഞ്ചയോടെ പരിശുദ്ധാത്മപൂർണനായി, നിറവുള്ളവനായി, ജ്ഞാനമുള്ളവനായി ദൈവത്തിൻ്റെ വചനം അനേകർക്ക് കൊടുക്കുവാൻ, തൻ്റെ ശുശ്രൂഷ ഒരു ഇടത്ത് പൂർത്തീകരിച്ച് അടുത്ത ഇടത്തേക്ക് അവൻ താല്പര്യത്തോടെ ഓടിപ്പോകുന്നത് അവിടെ കാണുവാൻ സാധിക്കും.
അവിടെ നിന്ന് അഖായിലേക്ക് കടന്നു പോകുന്ന ഈ സഭയിൽ കഴിഞ്ഞ് അടുത്ത സഭയിലേക്ക് അവൻ ഓടിപ്പോകുന്ന അനുഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര എരിവോടും വാഞ്ചയോടും ആത്മനിറവുള്ളവനായി ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും ഒക്കെയും അവിടെ കാണാം. അക്കില്ലാസും വൃത്തില്ലയുടെയും കാര്യമൊക്കെ എടുത്താൽ പൗലോസ് എവിടെ പോയാലും അവനോട് കൂടെ ഈ മിഷണറി വേലയ്ക്കായിട്ട്, ഈ ആത്മീയ വേലയ്ക്കായിട്ട് അവരും കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാൽ അത് സാധിച്ചു എന്ന് നമുക്കവിടെ കാണാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ 9-ാമത്തെ അധ്യായവും 10-ാമത്തെ അധ്യായവും ഒരു ആത്മീയ നിയോഗം തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുന്നതിൻ്റെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 അധ്യായങ്ങൾ, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം, അതുപോലെ 9-ാം അധ്യായം, 10-ാം അധ്യായം. ഈ 2 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ആത്മീയമായ നിയോഗം നൽകി ലോകത്തേക്ക് അവരെ അയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 9-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നിയോഗിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ് ഒക്കെ നൽകി തന്നോട് കൂടെയുള്ള വേലയ്ക്കായിട്ട് 12 പേരെ കർത്താവ് നിയോഗിച്ച് അയക്കുന്നത് 9-ാമത്തെ അധ്യായത്തിൽ, ലൂക്കോസ് സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ഗലീലയുടെ നോർത്തേൺ സൈഡിൽ, ഉത്തരഭാഗത്ത് ഈ ശുശ്രൂഷ, ഈ മിനിസ്ട്രിക്കായിട്ട് കർത്താവ് പോയപ്പോൾ അവരോടുകൂടെ ഈ 12 പേരെയും അവിടെ നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള 12 പേരും അവനോടുകൂടെ കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റൊരു ഭാഗത്ത് 10-ാമത്തെ അധ്യായത്തിൽ സദറൻ സൈഡിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് 70 പേരെ അവൻ നിയോഗിച്ചയക്കുന്ന ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അവിടെ കാണുന്നത്. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈ 2 അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ടീമായി, 2 പേരടങ്ങുന്ന ഒരു ചെറിയ ടീമായി കർത്താവ് തനിക്ക് മുൻപായി ദൈവവേല താൻ ചെയ്യുവാനായിട്ട് പോകുന്ന സ്ഥലങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക് ഈ 70 പേരെ അയക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഗലീലയുടെ 2 ഭാഗങ്ങളിൽ, ഒരു ഭാഗത്ത് 12 പേരുള്ള ശിഷ്യന്മാരും കർത്താവും, മറ്റൊരു ഭാഗത്ത് 70 പേരെ തങ്ങി കടന്നു പോകുവാനുള്ള പട്ടണങ്ങളിൽ തനിക്ക് മുൻപായി കർത്താവ് അയക്കുന്നത് കാണാൻ സാധിക്കും. 70 ഒരു പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെയും നമുക്ക് നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കും. യഹൂദ സന്നദ്ധയും സംഘത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 70 പേരാണ്. മോശ ന്യായപാലനത്തിനായിട്ട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ 70 പേരെ നിയമിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് 70 പേരാണ് എന്ന് ഒരു യഹൂദ പാരമ്പര്യവും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മോശയും ഇസ്രായേൽ മക്കളും ചെങ്കടൽ കടന്നു. മിരിയാം തപ്പെടുത്ത് പാടി ദൈവത്തെ സ്തുതിച്ചു. മിസ്രൈമിന്റെ പീഡനത്തിൽ നിന്ന്, മിസ്രൈമിന്റെ ആ ശത്രുതയിൽ നിന്നൊക്കെ ദൈവം അവരെ ജീവന്റെ അനുഭവത്തിലേക്ക് രക്ഷിച്ചു കൊണ്ടുവന്നു. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം നമുക്ക് കാണാം. അവർ ഏലാമിലെത്തിയപ്പോൾ അവരവിടെ കാണുന്നത് 12 നീരുറവുകളും 70 ഈന്തപ്പനകളുമാണ് എന്ന് കാണാൻ സാധിക്കും. ഈ 12 നീരുറവുകളെയും 70 ഈന്തപ്പനകളെയും കണ്ട് സന്തോഷിക്കുന്ന ഇസ്രായേൽ ജനത്തെ അവിടെ കാണാം. അവർ കടന്നു വന്നത് മരണകരമായ അനുഭവത്തിൽ നിന്നാണ്. എന്നാൽ ഇവിടെ ഒരു ജീവന്റെ അനുഭവം അവർക്കായിട്ട് തുറന്നിരിക്കുന്നു എന്നുള്ളത് അവിടെ ഈ പുറപ്പാട് പുസ്തകവും അതിൻ്റെ 15-ാമത്തെ അധ്യായം, 16-ാമത്തെ അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു വരുന്നത് കർത്താവ് 70 പേരെ ആത്മായരായ 70 പേരെ വേലയ്ക്കായിട്ട് അയക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിനാണ് അവൻ ഈ വേലക്കാരെ അയക്കുന്നത്? അവൻ ഈ 2 തനിക്ക് മുൻപായി താൻ കടന്നു ചെല്ലുവാനുള്ള ഈ പട്ടണത്തിലേക്ക് എന്തിനാണ് കർത്താവ് ഈ മനുഷ്യരെ അയച്ചത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ഭേദഭാഗം വായിക്കുമെന്ന് കാണാൻ സാധിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, ആ കൊയ്ത്ത് കൊയ്യുവാനായി ദൈവം കർത്താവ് ഈ 70 പേരെ തനിക്ക് മുൻപായി അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കതിർ കൂട്ടി പതിർ മാറ്റി വലിയ വിളവ് ശേഖരിക്കുവാൻ തൻ്റെ വലിയ സുവിശേഷ ദൗത്യത്തിന് മുന്നോടിയായി ഈ 70 പേരെ കർത്താവ് അയക്കുന്നു എന്ന് കാണാൻ സാധിക്കും. കൊയ്ത്തിനെ കുറിച്ചും വിളവ് ശേഖരണത്തെക്കുറിച്ചുമൊക്കെ ഈ ഭാഗത്ത് മാത്രമല്ല പറയുന്നത്. നമ്മൾ വായിച്ചു കേട്ട ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ മാത്രമല്ല പറയുന്നത്. ഇതൊരു യുഗാന്ത്യപരമായ ഒരു ചിന്തയാണ്. ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സൂചനകൾ നൽകുന്ന ഒരു ചിന്തയാണ് എന്നുള്ളത് തുടർന്ന് നമ്മൾ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ
വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ, അധികം വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ എന്ന് കർത്താവ് പറയും. വളരെയുള്ള ഒരു കൊയ്ത്ത് നമുക്ക് മുൻപിലുണ്ട്, എന്നാൽ വേലക്കാരെ അവിടെ കുറവാണ്. ഇവിടെയാണ് ആത്മായ നേതൃത്വത്തിൻ്റെ അവരുടെ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്ന് കാണുവാനായിട്ട് സാധിക്കും. വേലക്കാരുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് അവിടെയാണ്. ഈ വലിയ കൊയ്ത്ത് കർത്താവിനായി ചെയ്യുവാൻ, ഈ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ വേലക്കാരെ കർത്താവ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ലേ പീപ്പിളിനെ, സാധാരണക്കാരെ ദൈവം അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഈ പശ്ചാത്തലത്തിൽ നിന്ന് പറയുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്നും പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊള്ളുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു എന്ന് ഒരു പ്രവചനം അവിടെ കാണാൻ സാധിക്കും. തുടർന്നും അവിടെ പറയുന്നു, കൊയ്ത്തിന് ശേഷം ദൈവകോപത്തിൻ്റെ ചക്കിൽ നിന്നും രക്തം പൊങ്ങി 200 നാഴിക ദൂരത്തോളം അത് ഒഴുകി എന്ന് കാണാൻ സാധിക്കും. സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ആദ്യമ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യത്തെ 200 വർഷം സഭയെ നേരിടുന്നതായിട്ടുള്ള പീഡനങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ 70 പേരെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തനിക്ക് മുൻപോടിയായിട്ട് അയക്കുമ്പോൾ അവർക്ക് മുൻപിൽ വലിയ പീഡനങ്ങളുണ്ട്, വലിയ കഷ്ടതകളുണ്ട് എന്നൊക്കെയും ഈ 10-ാം അധ്യായത്തിൽ, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ അവിടെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കർത്താവ് തൻ്റെ 70 ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുന്നത് ഒന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു വലിയ കൊയ്ത്ത് ഉണ്ട്, ആ കൊയ്ത്തിനായിട്ട് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യജമാനന്റെ ഈ വയലിലെ വിളഞ്ഞ് പാകമായിരിക്കുന്ന ഈ വിളവിനെ കൊയ്ത് ശേഖരിക്കുവാനാണ് നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നതെന്ന് ഒന്നാമതായിട്ട് പറയുക. യജമാനന് വേണ്ടി വേല ചെയ്യുവാൻ നമ്മെ ദൈവജനമായി അയച്ചിരിക്കുന്നു എന്ന ചിന്ത ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ചിന്ത. അപ്പം നാം ആരാണ്, നാം എന്താണ്, നാം എന്തിനാണ് ഈ ലോകത്തായിരിക്കുന്നത് എന്നുള്ളൊരു ഉത്തരമാണ് ഇത് കാണുവാൻ സാധിക്കുന്നത്. യജമാനന് വേണ്ടി പ്രവർത്തിപ്പാൻ, അവൻ്റെ വയലിൽ പ്രവർത്തിപ്പാൻ അയക്കപ്പെട്ട ദൈവജനമാണ് നാം ഓരോരുത്തരും. ഞാൻ നിങ്ങളെ ലോകമാകുന്ന വയലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. വീണ്ടും പറയുന്നു, ചെന്നായകളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്, ഞാൻ നിങ്ങളെ അയച്ചിരിക്കുകയാണ്. രണ്ടാമത് എന്നോട് ചേർത്ത് പറയുക, ചെന്നായകളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ അയച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം എന്തായിരിക്കണം എന്നൊക്കെയുമാണ് ഈ വാക്കിൽ നിന്ന് ഇവിടെ വരാനായിട്ട് പോകുന്ന അനർത്ഥത്തെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച്, സംഭവിക്കുവാൻ സാധ്യതയുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ ലൂക്കോസ് 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വ്യക്തമാകുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അവിടെ നൽകുന്നുണ്ട്. 2, നിങ്ങളുടെ മിഷൻ എപ്രകാരമുള്ളതായിരിക്കണം, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം എപ്രകാരമുള്ളതായിരിക്കണം എന്നൊക്കെയും അവിടെ പറയുന്നുണ്ട്. സഞ്ചി എടുക്കരുത്, പൊക്കണം എടുക്കരുത്, ചെരുപ്പ് എടുക്കരുത്, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസ് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ മിഷൻ എന്താണ് എന്ന് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുവാനായിട്ട്. അതിനോടൊപ്പം കർത്താവ് ചേർത്ത് പറയുന്നത്, ചെന്നായ്കളുടെ നടുവിലേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്നും അവിടെ പറയുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മിഷൻ എന്ന് പറയുന്നത് ഈസി അല്ല, ഇത് വളരെ നിസ്സാരമായിട്ട് ലഘുവായിട്ട് ചെയ്യുവാൻ സാധ്യമായ ഒന്നല്ല. ഇതിന് വളരെയധികം ഡെഡിക്കേഷൻ ആവശ്യമാണ്, ഇതിന് വളരെയധികം കഷ്ടത ഉള്ള അനുഭവമാണ് എന്ന് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിലും അവിടെ പറയുന്നു. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് മത്തായി 10:22 പറയുന്നു. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ഒരുപക്ഷെ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ വലിച്ചു കീറിയേക്കാം, നിങ്ങളെ കൊന്നുകളഞ്ഞേക്കാം,
എന്നാൽ നിങ്ങളുടെ ദേഹത്തെ കൊല്ലുന്നവരെ നീ ഭയപ്പെടേണ്ട. നിങ്ങൾ ആരെ ഭയപ്പെടണം എന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മത്തായിയോട് പറയുന്നുണ്ട്. നിങ്ങൾ ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മളെ ദൈവത്തിൻ്റെ ഏജൻസായിട്ട്, കർത്താവിൻ്റെ ഏജൻസായി, കർത്താവിൻ്റെ വേലക്കാരായി ഈ ലോകത്തിലേക്ക് നമ്മെ അയച്ചിരിക്കുക. അവിടെ പറയുന്നു, ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചു കിട്ടും, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു എന്ന് അവിടെ വ്യക്തമായി, എന്നെ തള്ളുന്നവനെ എന്നെ അയച്ചവനെയും തള്ളുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. നാം ഓരോരുത്തരും ഈ ലോകത്ത് കർത്താവിൻ്റെ ഏജൻസായിട്ട് കടന്നു വരികയാണ്. നമ്മൾ വേലയ്ക്കായിട്ട് പോകുമ്പോൾ നമ്മെ ലോകം തള്ളിയാൽ നമ്മെ അയച്ചവനെ ലോകം തള്ളുന്നു, ദൈവത്തെ തള്ളുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏജൻ്റാന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന ഒരു സംരക്ഷണവും ഒരു സുരക്ഷിതത്വവും ഇതിൽ ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുഞ്ഞാടിനെ കീറിക്കളയുന്ന ചെന്നായകളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജീവിച്ചിരിക്കുന്നു എന്ന കർത്താവ് നമ്മെ ഓർപ്പിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും ദൈവികമായ ആത്മീയമായ വേലയ്ക്കായിട്ട് ലോകത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് വേല ചെയ്യുവാനാണ് എന്നെയും നിങ്ങളെയും നിയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ചെന്നായകളുടെ നടുവിൽ കഷ്ടതകളും പ്രയാസങ്ങളും നമുക്ക് വരുത്തുന്ന, ദൈവജനത്തിന് വരുത്തുന്ന മനുഷ്യരുടെ സംവിധാനങ്ങളുടെ നിയമങ്ങളുടെ മധ്യത്തിലേക്കാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവന് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളുടെ ദേഹത്തെ കൊല്ലുവാനും നിങ്ങളുടെ ദേഹിയെ കൊല്ലുവാനും കഴിവുള്ളവനായ ദൈവത്തെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് വേലയെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതം എപ്രകാരമായിരിക്കണം? ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ ദിവസവും നമുക്ക് തന്നെ ഗുണകരമായ ജീവിതമല്ല, ദൈവത്തിന് പ്രയോജനകരമായ ജീവിതം ചെയ്യണം എന്ന ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. താലന്തുകളുടെ ഉപമ ഇതിനോട് ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് അതിൻ്റെ അനുഭവം മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഒരു താലന്ത് ലഭിച്ചവനെ എങ്ങനെയാണ് യജമാനൻ ന്യായം വിധിച്ചത് എന്ന് നമുക്ക് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു ചിത്രമാണ്. എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കൊയ്ത്ത് ചെയ്യുവാൻ ഈ വലിയ വയലിലേക്ക് ദൈവം നമ്മെ അയച്ചിരിക്കുന്നു. ചെന്നായകളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയച്ചിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പറയേണ്ടതായിട്ടുള്ള സന്ദേശം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശമായിരിക്കട്ടെ. ജനത്തിന് സൗഖ്യം വരുത്തുന്ന, ജനത്തിന് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, ജനത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വലിയ സന്ദേശം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. പൗലോസിനെ പോലെ, അപ്പൊലോസിനെ പോലെ, അക്വിലാസിനെയും പ്രിസ്കിലയെയും പോലെ, ദൈവദാസന്മാരെ പോലെ തങ്ങളുടെ എളിയ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവമേ, നല്ല കർത്താവേ, അങ്ങയുടെ ദാസന്മാരുടെ മഹത്വകരമായ ജീവിത ദർശനങ്ങളെ കണ്ട് ആ ദർശനങ്ങളെ ഉൾക്കൊണ്ട് ഈ നാളുകളിൽ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം വഹിക്കുന്നവരായി കർത്താവേ, അങ്ങയുടെ വയൽ പ്രദേശത്ത് വേല ചെയ്യുന്ന കൊയ്ത്തുകാരായി ജീവിപ്പാൻ നീ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വേലക്കാരോ ചുരുക്കം, കൊയ്ത്ത് വളരെയുണ്ട് എന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ. ഞങ്ങളിൽ നിന്ന് നീ ആവശ്യപ്പെടുന്ന വലിയ ദൗത്യം പൂർത്തീകരിപ്പാൻ, ഞങ്ങളിൽ നിന്ന് നീ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളെ കർത്താവെ ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ ചുറ്റുപാടിൽ, ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും കർത്താവ് നീ ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ആശ്രയിച്ച് കർത്താവ് ഈ ലോകത്തെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കും. പ്രാർത്ഥനകളുടേതായി സ്തോത്രം ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. നിത്യ വിശ്വാസ പ്രമാണം. സർവലോകമേ
ചില കാര്യങ്ങൾ ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കുന്ന ഭവനങ്ങളിലും അതുപോലെ ദേവാലയത്തിലും ഇരുന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവഹിതമായാൽ ദേവാലയത്തിൽ ഇപ്രകാരം ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. ദേവാലയത്തിലും ആരാധന ഉള്ളതുപോലെ തന്നെ ഓൺലൈൻ ആരാധനയും അതത് സമയത്ത് ഞായറാഴ്ച ദിവസം രാവിലെ ലഭ്യമാകുന്നതാണ് എന്ന് ഓർപ്പിക്കട്ടെ. ഒരാഴ്ചയിലുള്ള എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സാദരം ക്ഷണിക്കുന്നു. ബുധനാഴ്ച വൈകിട്ട് 7:45, വെള്ളിയാഴ്ച കാലത്ത് 10 മണിക്ക്, ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക്, അതുപോലെ ഞായറാഴ്ച വൈകിട്ട് 7:30 യൂത്ത് ഫെലോഷിപ്പിന് സ്പെഷ്യൽ. ഈ മീറ്റിങ്ങുകളിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സാന്നിധ്യമുണ്ടായി അതിൽ സംബന്ധിച്ച് ആത്മീയമായി വളരുവാൻ ശ്രദ്ധിക്കണമേ, അതിന് തയ്യാറാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. യൂത്ത് മീറ്റിങ്ങിന് പ്രത്യേകം ഒരു വാക്ക് അതിനു വേണ്ടി പറയട്ടെ. വളരെ പരിശുദ്ധന്മാരായിട്ടുള്ള ആളുകളാണ് ഈ നാളുകളിൽ നമുക്ക് ഓരോ ആഴ്ചയും ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് സമയം ചെലവഴിച്ച് നമ്മോടൊപ്പമായിരിക്കുന്നത്. അവരുടെ ആത്മീയ ദർശനം നൽകുന്ന ചിന്തകൾ ഉൾക്കൊള്ളുവാൻ, അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് യുവാക്കളെ ഉത്സാഹിപ്പിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇത് ഈ കാലത്ത് വേണ്ടതായിട്ടുള്ള ആത്മീയ ദർശനം ഉൾക്കൊണ്ട് ഈ ലോകത്തെ നേരിടുവാനുള്ള ആത്മീയ ചൈതന്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്, ആത്മീയ നിറവ് പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്, യുവാക്കളെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരമുള്ള മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കുന്ന ദയവായിട്ട് അതിൽ സഹകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. മറ്റെല്ലാ ആത്മീയ കൂട്ടായ്മകളിലും പ്രത്യേകമായിട്ട് സംബന്ധിക്കണം എന്ന് ഞാൻ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് വേദ പുസ്തക പഠനമാണ് ബുധനാഴ്ച ദിവസങ്ങളും ഞായറാഴ്ച ദിവസങ്ങളുമുള്ള വൈകുന്നേരത്തെ മീറ്റിങ്ങുകൾ, വെള്ളിയാഴ്ച ദിവസമുള്ള രാവിലത്തെ മീറ്റിങ്ങുകളുമൊക്കെയും നമ്മൾ ശ്രമിക്കുന്നത്. വിവിധ ഭാഗങ്ങൾ, വിവിധ വിഷയങ്ങൾ അവിടെ പഠനത്തിന് വിധേയമാക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായി അത് മനസ്സിലാക്കുവാൻ, പഠിക്കുവാനുള്ള അവസരം വിനിയോഗിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങുകളിലേക്കൊക്കെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഈ വർഷവും ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിലേക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് സമർപ്പിക്കുവാനുള്ള പ്രത്യേക കവറുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്, ഭവനങ്ങളിൽ നൽകുന്നതാണ് എന്നും കൂടെ ഞാൻ അറിയിക്കട്ടെ. അതും നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സഹകരണം ആ വിഷയത്തിലും ഞാൻ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ വിവാഹ വാർഷികം ആഘോഷിച്ച എല്ലാ പ്രിയമുള്ളവരെയും ഈ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവം അവരുടെ ജീവിതത്തെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം പുലർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തത് ഓർത്ത് സ്തോത്രം ചെയ്യാം. മിസ്റ്റർ ബിബിൻ ജോൺ, മിസ്സസ് കിൻസി മെറി തോമസ്, VT ജേക്കബ്, ഷൈൻ ബിജോയ്, സെനാൻ പി ജോസഫ്, അനുഗ്രഹ ബിനോയ്, ജോൺ എൻ ജോൺസൺ, മാത്യു ജോൺ, നെബു ഐ തോമസ്, പൊന്നമ്മ തോമസ്, സിജോ കെ രാജ്, അന്നമ്മ സാമുവൽ, ഫിലിപ്പ് മെർവിൻ സ്നേഹം, രാജേഷ് പാവമണി, സുനു സക്കറിയ, സാറ പുന്നൂസ്, കെവിൻ മാത്യു ജോൺസൺ, മേരി ജേക്കബ്, ശാന്ത ഓസ്റ്റിൻ ജോഷുവ. വിവാഹ വാർഷികം ആഘോഷിച്ചു മിസ്റ്റർ ജെയിംസ് NS ആൻഡ് മിസ്സിസ് റൂബി ജെയിംസ്. ഈ പ്രിയമുള്ളവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം തലകളായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദാതാവും ഉടമസ്ഥനുമായ ദൈവമേ, വിശ്വസ്തരായി നിന്റെ കരങ്ങളിൽ ആയിരിക്കാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവ് ഞങ്ങൾ തള്ളടിയായി പോകാതെ
ഞങ്ങൾ തകർന്നു പോകാതെ കർത്താവ് നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ താങ്ങി നടത്തിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങളെ കരുതുകയും ഞങ്ങളെ പുലർത്തുകയും ഞങ്ങളെ താങ്ങി പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തിന് നടത്തിപ്പുകൾക്കുമായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അങ്ങയിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളെയും നന്മകളെയും പ്രാപിച്ച എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയുസ്സിൻ്റെ മഹത്തരമായ ദാനം പ്രാപിച്ച കർത്താവ് ബർത്ത്ഡേകൾ ആഘോഷിക്കുന്ന, വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്ന പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം കർത്താവ് കഴിഞ്ഞ 365 ദിവസം കുടുംബ ജീവിതത്തിൻ്റെ അനുഭവത്തിലും വ്യക്തി ജീവിതത്തിലും കർത്താവ് നിന്റെ കൃപകളെ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ നിന്റെ മക്കളെ നീ ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഒരു നിമിഷം പോലും മാറിപ്പോകാതെ, നിന്റെ സ്നേഹത്തിൽ നിന്ന് കർത്താവെ പിന്തള്ളപ്പെടാതെ, നിന്റെ കരുതലിലും നിന്റെ കാവലിലും ആയിരുന്നുകൊണ്ട് ജീവിപ്പാൻ പ്രിയമുള്ളവർ നീ ഒരുക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവർ പ്രവേശിച്ച പുതിയ വർഷം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും മറ്റുള്ളവർക്കും അവരിലൂടെ അനുഗ്രഹം ലഭിക്കുന്ന, അവർ അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു വർഷമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യമായ സമാധാനവും നിന്റെ സംരക്ഷണവും കാവലും നിന്റെ പ്രിയമുള്ളവർക്ക് നൽകണമേ. കർത്താവ് നിന്നിൽ ഉല്ലസിപ്പാനും സന്തോഷിപ്പാനും നീ ആരാധിപ്പാനും നീ നൽകിയ വലിയ ആ കർത്താവെ ദൗത്യം പൂർത്തീകരിപ്പാനും അവരുടെ വ്യക്തി ജീവിതത്തിലൂടെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ വഴി നടത്തുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമുക്ക് മധ്യസ്ഥത ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ലിഖാനം ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥനകൾ തുടരാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും DN എന്ന നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോട് നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടി അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പേടി അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവനെ സത്ഗുണങ്ങളെ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്നവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭക്തന്മാരോടുകൂടി തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവൻ ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവന്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരം കൃപ നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.
അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന് അംശങ്ങളുമാകുന്നുവല്ലോ. വഴിപാടുകളെ അർപ്പിക്കുമ്പോൾ കൺവെൻഷൻ പാട്ടുപുസ്തകം സ്തുതികീർത്തനങ്ങളിലെ 268 പാട്ട്, കൺവെൻഷൻ പാട്ടുപുസ്തകത്തിലെ 268 പാട്ടിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പൊതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായ ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ.
ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് അങ്ങോട്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ട മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. പരിശുദ്ധനാകുന്നു, നിസ്സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടും രാത്രി സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാൻ ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നല്ലോ. അവൻ ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് ദൈവമായി പൂർണ്ണമായി മതിയാകുന്നയാകും വഴിപാടും പ്രതിശാന്തിയെ തിരിക്കുകയും താൻ വീണ്ടും ഒരുപോലെ തന്നെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ ജീവിക്കുകയും അതിനെപ്പോഴും ആചരിക്കണം എന്ന വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഉച്ചയ്ക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ,
ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിലെ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസനായി ഞങ്ങളിതിനെ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹ എന്ന തലയാകുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. എന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളൂ. തിരുമേശയോട് അടുത്ത് വരുന്നതിന് മുൻപ് ഒരു നിമിഷം നമ്മെ തന്റെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ അധികമായ കൃപയും കരുണയും യാചിച്ചുകൊണ്ട് ഈ വിശുദ്ധ മർമ്മങ്ങളെ ശരിയായി ക്രമമായി സ്വീകരിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ വിലകരണങ്ങളിലല്ലാതെ
ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സക്രമന്റെ വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തനുഗ്രഹമായ ദൈവമേ, ഈ വിശുദ്ധമർദ്ദങ്ങളെ ക്രമമായി കൈക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ നിന്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മഹാബലിയുടെ ശരീരവും രക്തവുമായ ആത്മീയാഹാരങ്ങൾ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു.
കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുകയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. വിശുദ്ധ ആരാധനയുടെ അവസാനമായി ജ്ഞാനകീർത്തനങ്ങളിൽ 260 കീർത്തനം. ജ്ഞാനകീർത്തനം 260.
മരുഭൂമിയിലൂടെ തൻ്റെ ജനത്തെ നടത്തിയ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് ഈ ലോകത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളിലൂടെയും നീ ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യും. കഥാവേയുടെ നടത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് അങ്ങേ ആരാധിക്കുവാൻ വലിയ കാര്യങ്ങളെ നീ ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. അങ്ങയുടെ കാര്യം ഞങ്ങളോടുകൂടി ഇരിക്കുന്നത് ഓർത്ത് ഞാൻ നന്ദിയോടെ വാഴ്ത്തും. ഞങ്ങളിതിന് മുൻപാകെ സമർപ്പിച്ച ഞങ്ങളുടെ സമർപ്പണങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ കഥാവെ എല്ലാം നീ സ്വീകരിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുക. കഥാവെ ഞങ്ങൾ ആത്മാവിൽ നിറവുള്ളവരായി നിന്റെ വലിയ ദൗത്യവാഹകരായി ഈ ലോകത്തേക്ക് പുറപ്പെട്ടു പോകുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണം. ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ നീ ആശീർവദിക്കണം. അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ഇടയാക്കണം. ഇന്നത്തെ ആരാധനയെ സംബന്ധിച്ച എല്ലാ ഭവനങ്ങളെയും ഈ ദേവാലയത്തിൽ സംബന്ധിച്ചവരെയും നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണം. കർത്താവേ, വേണ്ടി ഞങ്ങൾ ആലയത്തിൽ കടന്നു വന്നാൽ നീ ആരാധിക്കുന്ന നിമിഷം വരെ ഞങ്ങളെ ഇതിനെ സമർപ്പിക്കുന്ന നീ വഴി നടത്തിക്കൊള്ളണമേ. പ്രാർത്ഥനഘടനായ സ്തോത്രം ക്രിസ്തയേശുവിൻ്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.